ഹായ് ഡിയർ സ്റ്റുഡൻസ്, S4 മൊഡ്യൂൾ 4 ആണ് ഞാനിപ്പോൾ പറയുന്നത്. ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഫസ്റ്റ് വരുന്ന മെത്തേഡ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് വരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റെഗുലാർ ഫോൾസിയാണ്. ഇതിൻ്റെ മെത്തേഡ് ഓഫ് ഫോൾസ് പൊസിഷൻ എന്നും പറയും. അത് കഴിഞ്ഞിട്ട് വരുന്നത് ലഗ്രാഞ്ച് ഇൻ്റർപോളേഷൻ മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ന്യൂട്ടൺ ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ മെത്തേഡ്. ദെൻ ന്യൂട്ടൺ ബാക്ക്വേർഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ മെത്തേഡ്. അത് കഴിഞ്ഞ് ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ മെത്തേഡ്. ദെൻ ട്രപ്പീസോയിഡൽ മെത്തേഡ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സിംപ്സൺസ് 1/3 റൂൾ. ഇത്രയും മെത്തേഡുകളാണ് വരുന്നത്. അപ്പോൾ ഈ മെത്തേഡുകളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇതാണ്: xn+1 is equal to xn minus f of xn by f dash of xn. ദാറ്റ് ഈസ്, എനിക്ക് എക്സ് 100ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ആരറിഞ്ഞിരിക്കണം? എക്സ് 99ാമത്തെ ടേം അറിഞ്ഞിരിക്കണം. എക്സ് 99ാമത്തെ ടേം മൈനസ് എഫ് ഓഫ് എക്സ് 99ാമത്തെ ടേം ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് 99ാമത്തെ ടേം. ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏത് ടേം ആണോ എനിക്ക് വേണ്ടത് അതിന് മുന്നേ ഉള്ള പ്രീവിയസ് ടേം എനിക്ക് അറിഞ്ഞിട്ടാവണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കി. Find the approximate root of √5 using ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. അപ്പോൾ നമുക്കറിയാം √5 കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ എത്രയാണ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ √5 കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ ആദ്യമേ ഇവിടെ വാല്യൂ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ എളുപ്പമാവും അത്. എന്നിട്ട് എന്ത് ചെയ്യുക? എന്താ ഈ റൂട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഞാൻ ഏതോ ഒരു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 0 ആണ് ആൻസറായിട്ട് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതോ ഒരു പി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ പി ആണ് ഞാൻ പറയുന്നത് എഫിൻ്റെ റൂട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ തന്നേക്കുന്ന √5ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഈസ് √5 എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. √5 സോൾവ് ചെയ്യാനാണ്. ഞാൻ അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എഫ് ഓഫ് എക്സ് ക്രിയേറ്റ് ചെയ്യും. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ തന്നേക്കുന്ന √5നെ എക്സ് എന്ന് വിളിക്കുന്നു. എക്സ് ഈക്വൽ ടു √5. ഈ റൂട്ട് പോകാനായിട്ട് ഞാൻ രണ്ട് സൈഡിലും എന്ത് അപ്ലൈ ചെയ്യുന്നു? സ്ക്വയർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? x² is equal to √5 എന്ന് കിട്ടി. 5 എന്ന് കിട്ടി. അതിനുശേഷം ആ 5നെയും കൂടെ ഞാൻ ഇങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് വിളിച്ചു? x² - 5 is equal to 0 എന്ന് വിളിച്ചു. ആ ഏതെങ്കിലും ഒരു സൈഡ്, അതായത് ഒന്നുകിൽ LHS അല്ലെങ്കിൽ RHS ഈക്വൽ ടു 0 എന്നെനിക്ക് എഴുതാൻ പറ്റിയാൽ അതിനെയാണ് എന്തെന്ന് വിളിക്കേണ്ടത്? എഫ് എന്ന് വിളിക്കേണ്ടത്. കേട്ടോ? അപ്പോൾ അതിനെ ഞാൻ എഫ് എന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് എഫ് കിട്ടി. ഇനി എഫിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചൂടെ? എന്താ ഞാൻ നേരത്തെ സൊല്യൂഷൻ ഡിഫൈൻ ചെയ്തത്? എഫിന് ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ആൻസർ 0 കിട്ടണം. ആ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഞാനിപ്പോൾ ആരായിട്ടാണ് എടുത്തേക്കുന്നത്? x² - 5 ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ x² - 5ന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് 0 എനിക്ക് ആൻസർ കിട്ടുന്നത്? ആ എക്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എഫിന് ഏതോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണല്ലോ 0 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഫിന് കുറേ വാല്യൂസ് ഇട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും? പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ ഞാൻ ആ രണ്ട് വാല്യൂവിൻ്റെ ഇടയിലാണ്. ഇപ്പോൾ ഒരു വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് നെഗറ്റീവ് കിട്ടി, വേറൊരു വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് പോസിറ്റീവ് കിട്ടിയെങ്കിൽ എനിക്ക് പറയാം. ഇപ്പോൾ ഞാൻ 1ഉം 2ഉം ആണ് ഇട്ട് കൊടുത്തതെന്ന് വിചാരിച്ചോ. 1 ഇട്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവും 2 ഇട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവാണ് കിട്ടിയെങ്കിൽ എനിക്ക് പറയാം എനിക്ക് ഇവിടുത്തെ വാല്യൂവാണ് വേണ്ടത്. അത് ഏതിൻ്റെ ഇടയിലായിരിക്കും കിടക്കുന്നത്? 1ൻ്റെയും 2ൻ്റെയും ഇടയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ കുറേ ട്രയൽ മെത്തേഡിൽ ഞാൻ എന്ത് ചെയ്യും? കുറേ വാല്യൂസ് ഇട്ട് കൊടുക്കും. കണ്ടോ? f(0) കണ്ടുപിടിച്ചു, f(1) കണ്ടുപിടിച്ചു, f(2) കണ്ടുപിടിച്ചു, f(3) കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് ഞാനിതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്? ആ f(1) 2 കണ്ടുപിടിച്ചപ്പോൾ നെഗറ്റീവും f(3) കണ്ടുപിടിച്ചപ്പോൾ പോസിറ്റീവുമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടേണ്ട സൊല്യൂഷൻ f(2)ൻ്റെയും f(3)യുടെയും ഇടയിലാണ് ലൈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? f(2)ൻ്റെയും മോഡുലസ് വാല്യൂ കണ്ടുപിടിച്ചു, f(3)യുടെയും മോഡുലസ് വാല്യൂ കണ്ടുപിടിച്ചു. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് f(3)യുടെയും മോഡുലസ് വാല്യൂവും f(4)ൻ്റെയും മോഡുലസ് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ആരാ ചെറുത്? f(3) എന്ന് പറയുന്നത് എനിക്ക് 4 ആണ് കിട്ടിയത്. f(2) എന്ന് പറയുന്നത് ഇത് 2 ആണ് കേട്ടോ. f(2) എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇതിൽ ആരാ ചെറുത്?
ആ 1 ആണ് ചെറുത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1 ചെറുതായാൽ ആ 1 ചെറുതാവാൻ കാരണമായിട്ടുള്ള എക്സ് ആരാണ്? ഈ എഫിനകത്തിട്ടേക്കുന്ന ആളാണ് എക്സ്. എഫ് ഓഫ് എക്സ് എന്നല്ലേ എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ആളാണ് എക്സ്. ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് എനിക്ക് എന്ത് കിട്ടിയത്? 1 എന്ന് കിട്ടിയത്. അപ്പോൾ അതാ നോക്കിയേ, ഇവർ തമ്മിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയതാ. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 1, മോഡുലസ് ഓഫ് എഫ് ഓഫ് 2 1ഉം മോഡുലസ് ഓഫ് എഫ് ഓഫ് 4 എഫ് ഓഫ് 3 4ഉം ആണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് 2 ആണ് എന്തെന്ന് പറയുന്നത്? ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ എഫ് ഓഫ് 2 ആയിട്ട് അകത്ത് കിടക്കുന്ന ആളെയാണ് ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? എൻ്റെ ഫസ്റ്റ് എക്സ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? എക്സ് നോട്ട് എന്ന് വിളിച്ചു. ഞാൻ എന്താ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞത്? എഫ് ഓഫ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നമുക്ക്, എക്സ് 100ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ആരറിഞ്ഞിരിക്കണം? എക്സ് 99. തിരിച്ച് പറയുകയാണെങ്കിലോ, എക്സ് 99 ടേം അറിയാമെങ്കിൽ ആര് കണ്ടുപിടിക്കാം? എക്സ് 100ാമത്തെ ടേം കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ആര് കിട്ടി? എക്സ് നോട്ട് കിട്ടി. എക്സ് നോട്ട് എങ്ങനെ കിട്ടി? ഞാൻ എഫിന് റാൻഡമായിട്ട് കുറേ വാല്യൂസ് ഇട്ട് കൊടുത്തു. പോസിറ്റീവും നെഗറ്റീവും റിസീവ് ചെയ്ത സ്ഥലത്ത് നിർത്തി. അതിൻ്റെ രണ്ടിൻ്റെയും മോഡുലസ് വാല്യൂ എടുത്തു. മോഡുലസ് വാല്യൂ ഏറ്റവും ചെറുത് വന്നേക്കുന്ന ആരാണെന്ന് നോക്കി. ആർക്കാണ്? എഫ് ഓഫ് 2-നാണ് ഏറ്റവും ചെറുത് വന്നേക്കുന്നത്. എങ്കിൽ 2-നെയാണ് ഞാൻ എക്സ് നോട്ട് എന്ന് വിളിക്കേണ്ടത്. ഒരിക്കലും ഇപ്പുറത്ത് കിടക്കുന്ന ഈക്വൽ ടു 1-നെ എക്സ് നോട്ട് എന്ന് വിളിക്കരുത്. ഓക്കെ, അപ്പോൾ എക്സ് നോട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്കിനി അടുത്ത ആര് കണ്ടുപിടിക്കാം? എക്സ് നോട്ട് ഉപയോഗിച്ച് എനിക്ക് x1 കണ്ടുപിടിക്കാം. എങ്ങനെ എഴുതാം ഇക്വേഷൻ? x1 is equal to, ഇതാ നോക്കിയേ, ഇതാണ് ഇക്വേഷൻ. എക്സ് 100ാമത്തതാണ് എഴുതേണ്ടതെങ്കിൽ എക്സ് 99 മൈനസ് ദെൻ എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ആരാണ് തന്നേക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 5. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് പി ആരാണ്? പി സ്ക്വയർ മൈനസ് 5. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി ആരാണ്? ടി സ്ക്വയർ മൈനസ് 5. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ആരാണ്? എക്സ് നോട്ട് സ്ക്വയർ മൈനസ് 5. എക്സ് നോട്ട് ആരാണ് നമ്മളിപ്പോൾ എഴുതിയത്? 2 സ്ക്വയർ മൈനസ് 5. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിക്കുന്നത്. നോക്കി, എഫ് ഓഫ് x1 is equal to x നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. ഇപ്പം നമ്മളെ കയ്യിൽ ആരില്ല? എഫ് ഡാഷ് ഓഫ് എക്സ് ഇല്ല. എഫ് ഓഫ് എക്സ് ആരാണെന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 5. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ആര്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, 5ൻ്റെ ഡെറിവേറ്റീവ് 0, അപ്പോൾ -0, അപ്പം 2x എന്ന് മാത്രം വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് 2x, എഫ് ഡാഷ് ഓഫ് പി എന്ന് പറയുമ്പോൾ 2p, എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ 2t. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആര്? 2x നോട്ട്. മനസ്സിലായോ? അപ്പം വാല്യൂ ഇട്ട് കൊടുത്തു. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. അതാ കണ്ടോ, എക്സ് നോട്ടിന് വാല്യൂ ഇട്ട് കൊടുത്തു, എഫ് ഓഫ് എക്സ് നോട്ടിന് വാല്യൂ ഇട്ട് കൊടുത്തു, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടിന് വാല്യൂ ഇട്ട് കൊടുത്തു. എനിക്ക് ആൻസർ റിസീവ് ചെയ്തു. ഇതുപോലെ എന്ത് കണ്ടുപിടിക്കുക? x2 കണ്ടുപിടിക്കുക. x2 എങ്ങനെ കണ്ടുപിടിക്കും? x2 ഈസ് ഈക്വൽ ടു x1 മൈനസ് എഫ് ഓഫ് x1 ബൈ എഫ് ഡാഷ് ഓഫ് x1. മനസ്സിലായോ? അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് x2ൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. എപ്പം വരെ കണ്ടിന്യൂ ചെയ്യണം? എനിക്ക് ഏതെങ്കിലും 2 x2കൾ ഒരുപോലെ കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെയാണ് നമ്മളിത് വാല്യൂ എഴുതേണ്ടതെന്ന് അറിയാവോ? ഇപ്പോൾ എനിക്ക് കാൽക്കുലേറ്ററിൽ കിട്ടുന്നത് 2.7394228 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഞാനൊരു 5 ഡെസിമലിലാണ് ക്വസ്റ്റ്യൻ റൗണ്ട് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 1 2 3 4 5, ആറാമത്തെ ആളെ നോക്കുക. ആറാമത്തെ ആൾ 5 കൂടുതലാണെങ്കിൽ 1 കൂട്ടി എഴുതുക. അപ്പോൾ 2.73943 എന്ന് വരും. മനസ്സിലായോ? അതുപോലെ എത്ര ഡെസിമലിലാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത് നോക്കുക. അതിന് തൊട്ടപ്പുറത്തെ ആൾ 5 കൂടുതലോ ആണെങ്കിൽ 1 കൂട്ടി എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ എഴുതുക. അപ്പോൾ അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വേണം എന്താവാൻ? എനിക്ക് 2 ആൻസറുകൾ ഒരേപോലെ വരാൻ. അത് അടുത്തടുത്തുള്ള 2 ആൻസർ ആവണമെന്നില്ല. ഇപ്പം ഞാൻ x2 ചെയ്തു, x3 ചെയ്തപ്പോൾ x2 x3 ഒരുപോലെ വന്നില്ല. പക്ഷേ x4 ചെയ്തപ്പോൾ x4ഉം x2 ഒരുപോലെ വന്നെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർത്താൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ് നോട്ട് നമുക്ക് എന്തായാലും
കിട്ടും. അതിന് ശേഷം വരുന്ന x1, x2, x3, x4, x5 ഇതിലേതെങ്കിലുമൊക്കെ രണ്ടെണ്ണം പരസ്പരം ഈക്വൽ ആയാൽ നമുക്ക് ആ പ്രോസസ്സ് അവിടെ വെച്ച് നിർത്താം. എന്നിട്ട് പറയാം ദ വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് √5 ഏതാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് അത് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ആ റിപ്പീറ്റ് ചെയ്ത വാല്യൂ നിങ്ങൾ എത്ര ഡെസിമലിലാണോ അത് കറക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എത്ര ഡെസിമലിൽ വെച്ചിട്ടാണോ ആ വാല്യൂ സ്റ്റോപ്പ് ചെയ്തത് അത്രയും ഡെസിമൽ അപ് ടു അത്രയും ഡെസിമൽ പ്ലേസ്. ഇങ്ങനെ വേണം കൺക്ലൂഷൻ എഴുതി നിർത്താൻ. ഓക്കെ, ഇനി അടുത്തത് പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൻ്റെ ഈ ഒരു പ്രോബ്ലം നോട്ട് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് റെഗുലാർ ഫോൾസി മെത്തേഡാണ്. റെഗുലാർ ഫോൾസി മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇക്വേഷൻ വരുന്നത് ഇതാണ്. എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ ഇൻറ്റു എഫ് ഓഫ് ബി എൻ മൈനസ് ബി എൻ ഇൻറ്റു എഫ് ഓഫ് എ എൻ ബൈ എഫ് ഓഫ് ബി എൻ മൈനസ് എഫ് ഓഫ് എ എൻ. ഇതിനകത്ത് ഇതാ നോക്കിയേ, ഇവിടെയും ബി എഫ് ഓഫ് ബി എൻ, ഇവിടെ എഫ് ഓഫ് എ എൻ, ഇവിടെയും എഫ് ഓഫ് ബി എൻ, ഇവിടെ എഫ് ഓഫ് എ എൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുകളിൽ എഴുതുന്ന ആ സാധനം അതുപോലെ നമുക്ക് ഡിനോമിനേറ്ററിൽ എടുത്ത് എഴുതാം. എ എന്നും ബി എന്നും എഴുതാതിരുന്നാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൻ്റെ അത്രയും സ്റ്റെപ്പ് വരെ ഇതിലും സെയിം തന്നെയാണ്. അതായത് ഇക്വേഷൻ മാത്രമേ മാറുന്നുള്ളൂ, ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതാ നോക്കി എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന്. ആദ്യം എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 3x പ്ലസ് സൈൻ എക്സ് പ്ലസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആണെന്ന് വിചാരിച്ചോ. ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആണെന്നാണ് നമ്മൾ എഴുതിയെന്ന് വിചാരിച്ചോ. ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. ദെൻ എന്ത് ചെയ്യുക, ഈ ഇ റൈസ് ടു എക്സിനെ കൂടെ അങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരണം. എന്നിട്ട് 3x പ്ലസ് സൈൻ എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു 0 എന്ന് വിളിക്കണം. മനസ്സിലായോ? ഈ ഈക്വൽ ടു 0 എന്നുള്ള സാധനത്തിന് വേണം എന്തായിട്ട് വിളിക്കാൻ, എഫ് ഓഫ് എക്സ് ആയിട്ട് വിളിക്കാൻ. കണ്ടോ അത്? അതുകൊണ്ട് എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കുറേ വാല്യൂസ് ഇട്ട് കൊടുക്കുക. പിന്നെ ചില ക്വസ്റ്റ്യനിൽ ബിറ്റ്വീൻ വാല്യൂസ് തന്നിട്ടുണ്ടാവും, എങ്കിൽ അത് മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഏതാണ് നെഗറ്റീവ് ഏതാണ് പോസിറ്റീവ് എന്നുള്ള അറിയാനായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇവിടം വരെ നമുക്ക് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിലെ പോലെ സെയിം ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് എ എന്നും ബി എന്നും ഉണ്ടെങ്കിലേ എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. തൊട്ട് മുന്നത്തെട്ടകം അറിയണമെന്നല്ല, എ എന്നും ബി എന്നും ആണ് നമുക്ക് അറിയേണ്ടത്. ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് ഇവിടെ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. ഈ വരയിൽ എനിക്ക് ഒരു പോയിന്റിൽ നെഗറ്റീവാണ് കിട്ടിയത്. എഫ് ഓഫ് 0 ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. എഫ് ഓഫ് 1 ചെയ്തപ്പോൾ എനിക്ക് ആരും കിട്ടി? പോസിറ്റീവും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കിട്ടിയ എഫ് അതിനകത്ത് കിടക്കുന്ന എക്സ് ആരാണ്? അതാണ് എൻ്റെ എ എൻ. പോസിറ്റീവ് കിട്ടിയ എഫ് അതിനകത്ത് കിടക്കുന്ന ആളാരാണ്? അതാണ് എൻ്റെ ബി എൻ. മനസ്സിലായ? അപ്പോൾ എ എന്നും ആയി ബി എന്നും ആയി. എങ്കിൽ ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്ന എക്സ് ആണ് എക്സ് നോട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കണ്ടുപിടിച്ച എ എന്നിനെ ഞാൻ എ നോട്ട് എന്ന് വിളിക്കും. ഈ കണ്ടുപിടിച്ച ബി എന്നിനെ ഞാൻ ബി നോട്ട് എന്ന് വിളിക്കും. അത് ആദ്യത്തെ എക്സ് നോട്ട് കണ്ടുപിടിക്കുന്ന എ എന്നും ബി എന്നും ആയതുകൊണ്ടാണ് ഞാൻ അവരെന്തെന്ന് വിളിച്ചത്? എ നോട്ടെന്നും ബി നോട്ടെന്നും വിളിച്ചത്. ഇനി ഇതേ പ്രോസസ്സ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതാ നോക്കിയേ, ഞാൻ എന്ത് ചെയ്യാമെന്നറിയാമോ? എക്സ് നോട്ട് കിട്ടാനായിട്ട് എ നോട്ടും ബി നോട്ടും ഐഡൻറ്റിഫൈ ചെയ്തു, വാല്യൂ ഇട്ട് കൊടുത്തു, എനിക്കൊരു വാല്യൂ കിട്ടി. ഇനി അടുത്തത് വീണ്ടും എനിക്ക് ഇതേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ആര് വേണം? എ എന്നും ബി എന്നും വേണം. അടുത്ത ഞാൻ ആരെയാണ് കണ്ടുപിടിക്കാൻ പോണത്? x1നെയാണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടുപിടിക്കുന്ന എ എന്നും ബി എന്നും ആരായിരിക്കും? A1ഉം B1ഉം ആയിരിക്കും. മനസ്സിലായോ? അതെങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ എക്സ് നോട്ട് കിട്ടിയില്ലേ? ആ പുള്ളിക്കാരനെ എടുത്ത് എഫിൽ ഇട്ട് കൊടുക്കണം. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിക്കണം. നേരത്തെ സ്ഥിതി ഞാനിവിടെ വരച്ച് വെച്ചേക്കാം. എ നോട്ടായിരുന്നു. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എനിക്ക് നെഗറ്റീവാണ് കിട്ടിയത്. ഇവിടെ ബി നോട്ടായിരുന്നു. ഇവിടെ എനിക്ക് എഫ് പോസിറ്റീവാണ് കിട്ടിയത്. അപ്പോൾ അതാ നോക്കിയേ, ഇപ്പം ഞാൻ പുതിയൊരു എക്സ് നോട്ട് ഈ രണ്ട് എ നോട്ടും ബി നോട്ടും ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് എഫ് ഓഫ് എക്സ് നോട്ടാണ് കിട്ടിയത്. ഈ എഫ് ഓഫ് എക്സ് നോട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പഴയ എ നോട്ടിനെ കളഞ്ഞിട്ട് പുതിയ എ എടുക്കും. പഴയ എ എന്നെ കളഞ്ഞിട്ട് എന്തെടുക്കും? ഞാൻ പുതിയ എ എന്നിനെ എടുക്കും. അതായത് എഫ് നെഗറ്റീവായൊരു വാല്യൂ ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ പുതിയ എനിക്ക് എ നോട്ടാണ്, പുതിയ എ എൻ എനിക്ക് കിട്ടി. അതെങ്ങനെയാണ് എൻ കിട്ടിയത്? എഫിന് നെഗറ്റീവ് വാല്യൂ റിസീവ് ആയിട്ടുള്ള പുതിയൊരു എക്സ് വാല്യൂ എനിക്ക് കിട്ടി. ആ എക്സ് വാല്യൂവിനെ ഞാൻ എന്തെന്ന് വിളിക്കണം? A1 എന്ന് വിളിക്കണം. എന്നിട്ട് എൻ്റെ പഴയ A1നെ കളയണം. അപ്പോൾ ഇതാ ഇത്രയും പോർഷൻ പോയി. മനസ്സിലായോ? എന്നിട്ട് ഇപ്പോൾ കിട്ടിയ ആളെ ഞാൻ എന്തെന്ന് വിളിച്ചു? A1 എന്ന് വിളിച്ചു.
സ്വാഭാവികമായിട്ടും ഇത് A1 ആവുമ്പോൾ ഇപ്പുറത്തുള്ള ആളെ ഞാൻ എന്തെന്ന് വിളിക്കണം? B1 എന്ന് വിളിക്കണം. അപ്പോൾ എനിക്ക് പുതിയ A1 കിട്ടി, പുതിയ B1 കിട്ടി. ഇത് ഉപയോഗിച്ച് ഞാൻ X1 കണ്ടുപിടിക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് അറിയാവോ? ഇപ്പോൾ എനിക്ക് കിട്ടിയതാണ്, ഞാൻ ഇതെല്ലാം ബാക്ക് അടിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയത് A എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ F എന്ന് പറയുന്നത് പോസിറ്റീവാണ് കിട്ടിയതെങ്കിൽ, ഇത് ഇവിടെ നോക്കിക്കോണേ, പോസിറ്റീവാണ് കിട്ടിയതെങ്കിൽ എൻ്റെ ഇവിടെ നോക്കി, ഇവിടെ കിട്ടിയ വാല്യൂ പോസിറ്റീവാണ് എങ്കിൽ, എഫിന് ഞാൻ X0 എടുത്ത് Fൽ ഇട്ടപ്പോൾ എനിക്ക് പോസിറ്റീവാണ് കിട്ടിയെങ്കിൽ ഇവിടെ പോസിറ്റീവ് കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയത് A അല്ല, എനിക്ക് കിട്ടേണ്ടത് ആര് കിട്ടണം? അവിടെ എൻ്റെ പഴയ പോസിറ്റീവ് വാല്യൂ മാറി, പുതിയ പോസിറ്റീവ് വാല്യൂ വന്നു, ദാറ്റ് ഈസ് B1 വന്നു. B1 വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും A0നെ ഞാൻ എന്തെന്ന് വിളിക്കണം? A1 എന്ന് വിളിക്കണം. അപ്പോൾ പുതിയ A1ഉം പുതിയ B1ഉം ഇട്ടിട്ട് ഞാൻ എന്ത് കണ്ടുപിടിക്കണം? X1 കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഇതുപോലെ X1 കിട്ടിയെന്ന് വിചാരിച്ചോ. X1 പുതിയ A1ഉം പുതിയ B1ഉം ഇട്ടിട്ട് ഞാൻ ആര് കണ്ടുപിടിച്ചു? X1 കണ്ടുപിടിച്ചു. ഇനി ഈ X1 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ X1നെ എടുത്ത് വീണ്ടും Fൽ ഇട്ട് കൊടുക്കണം. Fൽ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൾ നെഗറ്റീവാണ് എങ്കിൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ആരാ ഇരിക്കുന്നത്? A1ഉം ഉണ്ട്, B1ഉം ഉണ്ട്. A1ലാണ് എനിക്ക് F നെഗറ്റീവ് വന്നേക്കുന്നത്, B1ലാണ് എനിക്ക് F പോസിറ്റീവ് വന്നേക്കുന്നത്. ഈ ഇട്ട് കൊടുക്കുന്നത് നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ, F നെഗറ്റീവായെങ്കിൽ പഴയ നെഗറ്റീവിനെ കളഞ്ഞു, പുതിയ നെഗറ്റീവ് വന്നു, അയാൾ A. ആര് കണ്ടുപിടിക്കാനായി A കണ്ടുപിടിക്കുന്നത്? X2 കണ്ടുപിടിക്കാൻ. then ഇത് A2, ഇത് B2. അതേസമയം എനിക്ക് കിട്ടിയത് പോസിറ്റീവായിട്ടുള്ള F ആണ് എങ്കിൽ എനിക്ക് F ഇവിടെ പോസിറ്റീവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ പഴയ പോസിറ്റീവ് മാറി, പുതിയ പോസിറ്റീവ് വന്നു. അതിനെ ഞാൻ ഇത് എന്തിനു വേണ്ടിയാണ് ഈ B ഞാനിവിടെ എഴുതിയത്? X2 കണ്ടുപിടിക്കാൻ. അപ്പം ഞാൻ എൻ്റെ ഇത് B2. സ്വാഭാവികമായിട്ടും ഈ A മാറി ആരാവും? നൊട്ടേഷൻ മാത്രമേ മാറൂ, A1 മാറി A2 ആവും, വാല്യൂ മാറത്തില്ല. മനസ്സിലായല്ലോ? പുതിയ A2 കിട്ടി, പുതിയ B2 കിട്ടി, അതുപയോഗിച്ച് X2 കണ്ടുപിടിക്കും. ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്ത് പോകും. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രണ്ട് എക്സുകൾ സെയിം ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. അതല്ലാതെ ഒരു സമയത്തും കൂടെ നമുക്കിത് നിർത്താൻ പറ്റും. എപ്പോഴാണെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു എഫിൻ്റെ ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് 0 റിസീവ് ആയാൽ എനിക്ക് എൻ്റെ സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഞാൻ എഫിന് ഇട്ട് കൊടുക്കുന്നൊരു വാല്യൂ, ഇപ്പോൾ ഞാൻ X0 അല്ലെങ്കിൽ X4 ഇട്ട് കൊടുത്തു. X4 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് 0.0000 ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ 5 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്ത് നോക്കിയാൽ, 4 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്ത് നോക്കിയേ, ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആരാണെന്ന് എനിക്ക് പറയാം? 0 ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ X4 ആണ് സൊല്യൂഷൻ. അതായത് റിപ്പീറ്റ് ചെയ്ത് പോണില്ല. എഫിൽ ഇട്ട് കൊടുക്കുമ്പോൾ 0 റിസീവ് ആവുകയും ചെയ്യുന്നെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താം. ഇങ്ങനെയും ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ. ദെൻ അടുത്ത മെത്തേഡെന്ന് പറയുന്നത്, പ്രോബ്ലങ്ങളുണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. റെഗുലർ ഫോൾസി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രോബ്ലങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ അടുത്തത് ലഗ്രാഞ്ചസ് ഇൻ്റർപൊളേഷൻ മെത്തേഡ്. നമുക്ക് ഒരു ടേബിൾ വാല്യൂ തന്നിട്ടുണ്ട്, കണ്ടോ? ഒരു ടേബിൾ തന്നിട്ടുണ്ട്, X വാല്യൂസും Y വാല്യൂസും. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ മിസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ തുടർന്നുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ആ മിസ്സിങ് വാല്യൂവിൻ്റെ Y വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇതൊരു വലിയ ഇക്വേഷനാണ്. ഇത് നോക്കി എങ്ങനെയാണ് എഴുതിയേക്കുന്നതെന്ന്. ലഗ്രാഞ്ച് ഇക്വേഷൻ ഞാനിവിടെ P3യിലാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ PN എഴുതിയാൽ മതി. PN എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? PN ഓഫ് X is equal to L0 of X into Y0 plus L1 of X into Y1 plus L2 of X into Y2 plus etc. plus Ln of X into Yn. ഇതെങ്ങനെയാണ് ഈ L0, L1, L2 കണ്ടുപിടിക്കുന്നത്? L0, L1, L2 കണ്ടുപിടിക്കുന്നത് ആദ്യം ഞാൻ ഇപ്പോൾ ഇതാണ് എൻ്റെ ടേബിളെങ്കിൽ ഇതിനകത്ത് നോക്കിയേ, ഇതൊക്കെ ഒന്ന് വായിക്കട്ടെ. നോക്കിയേ, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നതിൽ ഇതാരാണ്? X0, ഇതാരാണ്? X1, ഇതാരാണ്? X2, ഇതാരാണ്? X3, ഇതാരാണ്? Y0, ഇതാരാണ്? Y1, Y2, Y3. L0 എന്ന് പറയുന്നത്, L0 ഓഫ് X എന്ന് പറയുന്നത് X0നെ ഞാനങ്ങ് ഹൈഡ് ചെയ്യും. ഹൈഡ് ചെയ്തു. ബാലൻസ് ഇനി ഉള്ളത് ആരാണ്? X1, X2, X3. Xൽ നിന്ന് ഞാൻ ഇവരെ 3 വരെ മൈനസ് ചെയ്യും. X മൈനസ് X1 ഇൻറ്റു X മൈനസ് X2 ഇൻറ്റു X മൈനസ് X3. ഇത്രയല്ലേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ആരെ ഞാൻ ഹൈഡ് ചെയ്തത്?
എക്സ് നോട്ടിനെ. ഇനി എക്സ് നോട്ടിൽ നിന്ന് ഇവരെല്ലാം സബ്ട്രാക്ട് ചെയ്യും. എക്സ് നോട്ട് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് നോട്ട് മൈനസ് എക്സ് ടു ഇൻറ്റു എക്സ് നോട്ട് മൈനസ് എക്സ് ത്രീ. മനസ്സിലായോ? എന്താ നോക്കി ഇക്വേഷൻ നോക്കിയേ. അതുപോലെ y2 ആവുമ്പം L1 ആവുമ്പം എക്സ് വണ്ണിനെയാണ് ഞാൻ ഹൈഡ് ചെയ്യുന്നത്. എക്സ് വണ്ണിനെ ഞാൻ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്യും. അപ്പോൾ എക്സിൽ നിന്ന് എക്സ് നോട്ട് മൈനസ് എക്സ് വൺ എഴുതുമോ? ഇല്ല. എക്സ് ടു മൈനസ് എക്സ് ത്രീ ബൈ ആരിൽ നിന്ന് കുറയ്ക്കും? ബാക്കിയുള്ളതിനെല്ലാം. ഞാനിപ്പോൾ ആരെ ഹൈഡ് ചെയ്തത്? എക്സ് വണ്ണിനെ. അപ്പോൾ എക്സ് വണ്ണിൽ നിന്ന് വേണം കുറയ്ക്കാം. എക്സ് വൺ മൈനസ് എക്സ് വൺ ഇത് എഴുതൂല കേട്ടോ. ഓക്കെ, എക്സ് വൺ മൈനസ് എക്സ് നോട്ട് എന്ന് എഴുതുമോ? എക്സ് വൺ എന്ന് എഴുതൂല. എക്സ് വൺ മൈനസ് എക്സ് വൺ എഴുതുമോ? ഇല്ല. എക്സ് വൺ മൈനസ് എക്സ് ടു ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ത്രീ. അതുപോലെ L2 ആണെങ്കിലോ? L2 ആണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ് നോട്ടിനെ ആയിരിക്കും എക്സ് ടുവിനെ ആയിരിക്കും ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് നോട്ടിനെ എക്സ് വണ്ണിനെ എക്സ് ത്രീയെ എഴുതും, എക്സ് ടുവിനെ എഴുതൂല. എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ത്രീ. ദെൻ എക്സ് ടുവിൽ നിന്ന് എക്സ് നോട്ടിനെയും എക്സ് വണ്ണിനെയും എക്സ് ത്രീയെയും മൈനസ് ചെയ്യും. എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് ത്രീ. അതുപോലെ ഇവിടെ നോക്ക്, ഇവിടെ ഞാൻ എക്സ് ത്രീയാണ് മാറ്റിയേക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു. ഇനി എക്സ് ത്രീ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് ത്രീ മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് ത്രീ മൈനസ് എക്സ് ടു. ഇതൊക്കെ ആരെ കാര്യമാണ്? ഞാൻ ഈ പറഞ്ഞ ഈ എൽ നോട്ടിൻ്റെയും എൽ വണ്ണിൻ്റെയും എൽ ടുവിൻ്റെയും. അതിൻ്റെ കൂടെയൊക്കെ ആര് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്? ഒരു വൈ നോട്ടും വൈ വണ്ണും വൈ ടു ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. എൽ നോട്ട് എക്സ് ഇൻറ്റു വൈ നോട്ട്, നമ്മൾ എൽ നോട്ട് പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു വൈ നോട്ട്. ദെൻ എൽ വൺ പഠിച്ചു, ഇൻറ്റു വൈ വൺ. L2 പഠിച്ചു, ഇൻറ്റു വൈ ടു. L3 പഠിച്ചു, ഇൻറ്റു വൈ ത്രീ. ഇങ്ങനെ എത്ര ടേം ഉണ്ടോ അത്രയും ടേമിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രോബ്ലം വരുന്നത് എളുപ്പമാണ്. ഇതിനകത്ത് നോക്കിയേ, ഞാൻ നേരത്തെ എഴുതിയേക്കുന്ന പോലെ എക്സ് നോട്ട് എക്സ് നോട്ട് ഉണ്ട്, എക്സ് വൺ ഉണ്ട്, എക്സ് ടു ഉണ്ട്, എക്സ് ത്രീ ഉണ്ട്, വൈ നോട്ട് ഉണ്ട്, വൈ വൺ ഉണ്ട്, വൈ ടു ഉണ്ട്, വൈ ത്രീ ഉണ്ട്. ഈ വാല്യൂസ് എടുത്താൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ പോളിനോമിയൽ കണ്ടുപിടിക്കാനും ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ കണ്ടുപിടിക്കാനും ചോദിക്കാം. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഡേറ്റയാണ് ചോദിച്ചിരിക്കുന്നത്, f(1.5). നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു എക്സ് ഉണ്ടല്ലോ, എക്സ് മൈനസ് എന്ന് എഴുതിക്കുന്നുണ്ടോ ന്യൂമറേറ്ററിലെല്ലാം? എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ. ആ എക്സ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ആൾ, 1.5. അതെന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക, കാൽക്കുലേറ്ററിൽ ഇടുക, ഒരൊറ്റ ആൻസർ, കഴിഞ്ഞു പരിപാടി. ഇനി ഇതേ സമയം നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ പോളിനോമിയൽ എഴുതാനും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? വാല്യൂ ഇട്ട് കൊടുക്കുക. ബാക്കി എക്സ് അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. എക്സ് നോട്ടും എക്സ് വണ്ണും എക്സ് ടു, വൈ നോട്ടും വൈ വണ്ണും വൈ ടു. എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും വാല്യൂസ് എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓരോന്നായിട്ട് സാവകാശം ഓപ്പൺ ചെയ്യുക. ഈ രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കിട്ടിയ ഉത്തരവായിട്ട് മറ്റേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതുപോലെ ഈ രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കിട്ടിയ ഉത്തരവായിട്ട് മറ്റേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓരോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ടേം എല്ലാം നിരത്തി പിടിച്ച് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? അതിനകത്തുനിന്ന് എക്സ് സ്ക്വയറുകളുള്ള ടേമുകൾ അല്ലെങ്കിൽ എക്സ് ക്യൂബുകളുള്ള ടേമുകളെല്ലാം അടുത്തടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് എക്സ് ക്യൂബ് കോമൺ എടുക്കുക. എക്സ് സ്ക്വയറുകളുള്ള ടേമുകളെല്ലാം അടുത്തടുത്ത് എഴുതുക. അതിൽ നിന്ന് എക്സ് സ്ക്വയർ കോമൺ എടുക്കുക. എക്സുകളുള്ള ടേം എല്ലാം അടുത്തടുത്ത് എഴുതുക. അതിൽ നിന്ന് എക്സ് കോമൺ എടുക്കുക. കോൺസ്റ്റൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് എഴുതി അതെല്ലാം കൂടെ കൂട്ടി വയ്ക്കുക. ദെൻ ആ കിട്ടിയ ആൻസർ എല്ലാം കൂടെ കൂട്ടുക. ഈ രീതിയിലാണ് ലഗ്രാഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ്. ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നതും ഈ ലഗ്രാഞ്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ ഇത് ചോദിക്കൂ. നമുക്ക് പോളിനോമിയലായിട്ട് അങ്ങനെ അധികം ചോദിക്കാറില്ല. അപ്പോൾ ഇത് നോക്കിയേ, നമ്മളെങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്? ആദ്യം തന്നേക്കുന്ന എക്സ് വാല്യൂസും വൈ വാല്യൂസും ഇങ്ങനെ നമ്മൾ താഴെ എടുത്തെഴുതും. നമ്മളെ ഇക്വേഷൻ വരുന്നത് ഇതാണ്: വൈ നോട്ട് പ്ലസ് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്, വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു. ഈ വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ഇത് സഫിക്സ് ആണ് കേട്ടോ. ഇതൊരു പൊസിഷൻ കാണിക്കുന്നതേ ഉള്ളൂ. അതിന് ഇങ്ങനെ 3 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 2 എണ്ണത്തിന് എക്സിൽ നിന്ന് എക്സ് നോട്ടും മൈനസ് ചെയ്യും, എക്സിൽ നിന്ന് എക്സ് വണ്ണും മൈനസ് ചെയ്തിട്ടുള്ള ടേമുകളാണ് കൂടെ വരുന്നത്. കണ്ടോ? അതുപോലെ ഇപ്പം വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ
x4 ഉണ്ടെന്ന് വിചാരിച്ചോ കോമയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വരുന്ന ടേമുകൾ ആരൊക്കെ ആയിരിക്കും? എക്സ് മൈനസ് എക്സ് നോട്ട് വരും, എക്സ് മൈനസ് എക്സ് 1 വരും, എക്സ് മൈനസ് എക്സ് 2 വരും, എക്സ് മൈനസ് എക്സ് 3 വരും. എക്സ് മൈനസ് എക്സ് 4 വരുമോ? ഇല്ല. എപ്പോഴും പൊസിഷൻ ഏതാണോ ഉള്ളത് അതിനേക്കാളും ഒന്ന് കുറവുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അതിൻ്റെ കൂടെ വരുന്നത്, ഓരോന്നിൻ്റെയും കൂടെ. വൈനോട്ടിനോട് ഒന്നുമില്ല. വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 അതൊരു പൊസിഷനാണ്, അതിൻ്റെ കൂടെ എക്സ് മൈനസ് എക്സ് നോട്ട് മാത്രം ചെയ്യും. അടുത്തത് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 എക്സ് 2 അതിൻ്റെ കൂടെ എക്സ് മൈനസ് എക്സ് നോട്ടും ചെയ്യും, എക്സ് മൈനസ് എക്സ് 1ഉം ചെയ്യും. അടുത്തത് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 എക്സ് 2 എക്സെട്ര എക്സ് എൻ അതിൻ്റെ കൂടെ എക്സ് മൈനസ് എക്സ് നോട്ട് എക്സ് മൈനസ് എക്സ് 1 എക്സെട്ര എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1 വരെയുള്ള ടേം ചെയ്യും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷൻ ഉണ്ടല്ലോ, വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 എക്സ് 2 അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. വൈ നോട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, എക്സ് നോട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, എക്സ് 1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, വൈ 1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും, വൈ നോട്ട് ക്വസ്റ്റ്യനിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ബാലൻസിനെ അറിയേണ്ടത് ഈ വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 എങ്ങനെ കണ്ടുപിടിക്കും, വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 എക്സ് 2 എങ്ങനെ കണ്ടുപിടിക്കും, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 എന്ന് പറഞ്ഞൊരു കോളം ക്രിയേറ്റ് ചെയ്യും. അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, വൈ 1 മൈനസ് വൈ നോട്ട് ന്യൂമറേറ്ററി വരും, ഡിവൈഡഡ് ബൈ എക്സ് 1 മൈനസ് എക്സ് നോട്ട് അത് ഡിനോമിനേറ്ററി വരും. അതുപോലെ ഇവിടെയും വൈ 2 മൈനസ് വൈ 1 ന്യൂമറേറ്ററി വരും, എക്സ് 2 മൈനസ് എക്സ് 1 ഡിനോമിനേറ്ററി വരും. ഇവിടെ വൈ 3 മൈനസ് വൈ 2 ന്യൂമറേറ്ററി വരും, എക്സ് 3 മൈനസ് എക്സ് 2 ഡിനോമിനേറ്ററിൽ വരും. ഇതിൽ ആദ്യത്തെ വാല്യൂ ആണ് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1, വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത് വീണ്ടും ഇതിപ്പോൾ വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 ആണ്. അപ്പോൾ ഇത് ആരായിരിക്കും? വൈ ഓഫ് എക്സ് നോട്ട് എക്സ് 1 എക്സ് 2. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ വേണ്ടത്? അതിനൊരു എളുപ്പ വഴിയുണ്ട് പഠിക്കാൻ. ഇവിടെ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത് 12 എന്ന്, ഇവിടെ ഒരു വാല്യൂ ആയിരിക്കും 11 എന്ന്, ഇവിടെ ഒരു വാല്യൂ ആയിരിക്കും 13 എന്ന്. അപ്പോൾ ഇതേ മൈനസ് ഇത് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ കറസ്പോണ്ടിങ് ഇത് എടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് വരാതിരിക്കുക ഒരു കാര്യം പറഞ്ഞുതരാം. എപ്പോഴും ഓർത്താൽ മതി ഇങ്ങനെ, ഇവിടെ നിങ്ങൾക്ക് ചെയ്തപ്പോൾ കിട്ടിയത് എ ആണെന്ന് വിചാരിച്ചോ. ഒരു സെക്കൻഡ്, അത് നോക്കി, നമുക്കിപ്പോൾ കിട്ടിയത് എ ബി സി ഡി എന്നുള്ള ആൻസറുകളാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് കോളം ഓക്കെയാണ്. രണ്ടാമത്തെ കോളത്തിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ന്യൂമറേറ്റർ വരുന്നത് ബി മൈനസ് എ എന്ന് വരും, ബൈ ഡിനോമിനേറ്റർ എങ്ങനെ വരുമെന്ന് അറിയാമോ? ബിയുടെ ഡിനോമിനേറ്ററിൻ്റെ ആദ്യത്തെ ആൾ ആര്? എക്സ് 2 മൈനസ് എയുടെ ഡിനോമിനേറ്ററിൻ്റെ രണ്ടാമത്തെ ആൾ ആര്? എക്സ് നോട്ട്. അതിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? സി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ പറഞ്ഞേ, ന്യൂമറേറ്റർ സി മൈനസ് ഡി ബൈ സിയുടെ ഡിനോമിനേറ്ററിൽ ആദ്യത്തെ ആൾ എക്സ് 3 മൈനസ് ഡിയുടെ ഡിനോമിനേറ്ററിൻ്റെ രണ്ടാമത്തെ ആൾ എക്സ് 1, അതാണ് ഡി എന്ന് പറയുന്നത്. എങ്കിൽ ഇതെന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ സി മൈനസ് ഡി ബൈ സിയുടെ ഡിനോമിനേറ്ററിൻ്റെ സി മൈനസ് ഡി അല്ല, ഇതെന്ന് വരും ഡി മൈനസ് സി എന്ന് വരും. ഇവിടെ സി മൈനസ് ബി ആണ് കേട്ടോ, സി മൈനസ് ബി. ഇവിടെ ഡി മൈനസ്, ഇതാണ് ഡി എന്ന് നമ്മൾ വിളിച്ചേക്കുന്നതെങ്കിൽ ഡി മൈനസ് സി എന്ന് വരും. ബൈ എപ്പോഴും താഴെയുള്ള ആളെ മൈനസ് മുകളിലുള്ള ആളാണ് വരുന്നത്. ബൈ ഡിയുടെ ഡിനോമിനേറ്ററിൽ ആദ്യത്തെ ആൾ ആര്? എക്സ് 3 മൈനസ് സിയുടെ ഡിനോമിനേറ്ററിലെ രണ്ടാമത്തെ ആൾ എക്സ് നോട്ട്. ലാസ്റ്റ് നോക്കിയാൽ മതി എക്സ് 3 മൈനസ് എക്സ് നോട്ട് ആണോ കിട്ടിയെന്ന്. ഇതേപോലെ ടേബിൾ എത്ര എണ്ണം ഉണ്ടോ ലാസ്റ്റ് ഒരു ടേം ആവുന്നത് വരെയും നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്തിട്ട് ആ കിട്ടിയ വാല്യൂസ്, എല്ലാ കോളത്തിൻ്റെ ആദ്യത്തെ വാല്യൂസാണ് ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ കോളത്തിലെ ആദ്യത്തെ വാല്യൂസ് എന്ത് ചെയ്യുക? എടുത്ത് നമുക്ക് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, ആൻസർ എഴുതുക. ഇത്രയേ ഉള്ളൂ ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ ആണ്. ഒന്നുമില്ല, നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. വൈ നോട്ട് ഡെൽറ്റ വൈ നോട്ട് യു ഇൻറ്റു യു മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് എക്സെട്ര ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു യു എൻ മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ റൈസ് ടു എൻ വൈ നോട്ട് ബൈ എൻ ഫാക്ടോറിയൽ. യു എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് ആണ്. എച്ച് എന്ന് പറയുന്നത് ഓരോ എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് നോക്കിയേ, വൈ നോട്ട് യു ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട്. അടുത്തതിൽ യു ഇൻറ്റു യു മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്തത് യു എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം എക്സ് മൈനസ് എക്സ് നോട്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാനെങ്കിൽ ചോദിക്കുന്നത്. അപ്പോൾ പോയിൻ്റ് നേരത്തെ നമ്മൾ ലഗ്രാഞ്ച് കണ്ടില്ലേ, എഫ് ഓഫ് 1.5
അതുപോലെ എഫ് ഓഫ് 5-ൻ്റെയോ എഫ് ഓഫ് 2-ൻ്റെയോ എഫ് ഓഫ് 0.25-ൻ്റെയോ ഒക്കെ വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. ആ പുള്ളിക്കാരനാണ് എക്സ് എന്ന് പറയുന്നത്. അതേ മൈനസ് എക്സ് നോട്ട് ബൈ എന്തെടുക്കുക, എച്ച് എടുക്കുക. അപ്പം അതാണ് യു കിട്ടുന്നത്. അപ്പം യു കിട്ടിക്കഴിഞ്ഞാൽ U-1 U-2 ഒക്കെ ചെയ്യാനാണോ പാട്? ഒരു പാടുമില്ല. പിന്നെ ഇനി അറിയേണ്ടത് ഡെൽറ്റ വൈ നോട്ട് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ടൊക്കെ ആരെന്നാണ് നമുക്കിനി അറിയേണ്ടത്. നമുക്ക് തന്നേക്കുന്ന എക്സുകളെയും വൈകളെയും എന്ത് ചെയ്യുക, നിരത്തി എഴുതുക. ദെൻ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് വൈകൾ പരസ്പരം സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. താഴെയുള്ള ആളെ വൈ, മുകളിലുള്ള ആൾ. കണ്ടോ? ഈ കിട്ടിയ ആൻസറുകളാണ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇവർ തമ്മിൽ മൈനസ് ചെയ്യുന്നതാണ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ദാറ്റ് ഈസ് ബി മൈനസ് എ. പിന്നെ അടുത്ത് എന്ത് വരും, സി മൈനസ് ബിയും വരും. ഡെൽറ്റ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ മൈനസ് ചെയ്യുന്നത് സി. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എനിക്ക് ബി മൈനസ് എ ചെയ്തപ്പോൾ സി എന്ന് കിട്ടി, അല്ല എ ബി സി ഡി എന്ന് കിട്ടി. സി മൈനസ് ബി ചെയ്തപ്പോൾ എനിക്ക് ഇ എന്ന് കിട്ടി. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇ മൈനസ് ഡി ആണ് ഇവിടെ വരുന്നത്, ഇ മൈനസ് ഡി. മനസ്സിലായോ? ഈ രീതിയിലായിരിക്കും വരുന്നത്. എ ബി സി, ബി മൈനസ് എ ചെയ്യുമ്പോൾ ഡി കിട്ടി, സി മൈനസ് ബി ചെയ്തപ്പോൾ ഇ കിട്ടിയെങ്കിൽ ഇ മൈനസ് ഡി ചെയ്യുമ്പോൾ എഫ് കിട്ടും. അതാണ് ഡെൽറ്റ ക്യൂബ് വൈ ഐ എന്ന് പറയുന്നത്. ഇതിലെ എല്ലാ കോളത്തിലെ ആദ്യത്തെ വാല്യൂസാണ് നമ്മൾ ഇവിടുത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, വൈ നോട്ട്. ഇതേ സാധനം തന്നെ എന്ത് വരും, ബാക്ക്വേർഡിലും വരും. നമ്മൾ എന്ത് ചെയ്യും, ടേബിൾ ഇത് തന്നെ, സെയിം ടേബിൾ എല്ലാ കോളത്തിലെ അവസാനത്തെ വാല്യൂവിനെയാണ് നമ്മൾ ഇക്വേഷനിലെടുക്കുന്നത്. ഇക്വേഷൻ വരുമ്പോൾ ഉള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത മൈനസുകളെല്ലാം U-, U1, U-, എല്ലാം എന്താവും, U+ ആവും. മനസ്സിലായോ? U+U അതാവും. പിന്നെ അതുപോലെ തന്നെ വൈ നോട്ടുകളെല്ലാം YN ആവും. കണ്ട, YN ലാസ്റ്റത്തെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇനി അടുത്ത ട്രപ്പീസോയിഡൽ ആൻഡ് സിംപ്സൺസ് 1/3 റൂൾ എന്ന് പറയുന്നത്. ഇതാണ് ട്രപ്പീസോയിഡലിൻ്റെ ഇക്വേഷൻ വരുന്നത്. വളരെ എളുപ്പമുള്ള ഇക്വേഷനാണ്. ട്രപ്പീസോയിഡലിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇൻറ്റഗ്രേഷനൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ട്രപ്പീസോയിഡലും സിംപ്സൺസും റൂൾ പഠിക്കുന്നത്. ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, എച്ച് ഇൻറ്റു എഫ് നോട്ട് പ്ലസ് എഫ് എൻ ബൈ 2 പ്ലസ് F1 F2 എക്സെട്ര FN-1. എച്ച് എന്ന് പറയുന്നത് ബി മൈനസ് എ ബൈ എൻ ആണ്. സിംപ്സൺസ് ആകുമ്പോൾ H/3 ഇൻറ്റു എഫ് നോട്ട് പ്ലസ് എഫ് എൻ പ്ലസ് 4 ഇൻറ്റു F1 പ്ലസ് F3 പ്ലസ് എക്സെട്ര പ്ലസ് FN-1 പ്ലസ് 2 ഇൻറ്റു F2 പ്ലസ് F4 പ്ലസ് എക്സെട്ര പ്ലസ് FN-2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ട്രപ്പീസോയിഡലാണെന്നുണ്ടെങ്കിൽ H ഇൻറ്റു ആദ്യത്തെയും അവസാനത്തെയും കൂടെ കൂട്ടി ബൈ 2 എടുക്കും, ബാക്കിയുള്ള എല്ലാം ഒറ്റ സെറ്റായിട്ട് കൂട്ടും. മനസ്സിലായോ? സിംപ്സൺസിലാണെങ്കിൽ H/3 ഇൻറ്റു ആദ്യത്തെ അവസാനത്തെയും കൂട്ടും, പിന്നെ അത് ഇൻറ്റു 4 ഇൻറ്റു ഓഡ് നമ്പേഴ്സ് എല്ലാം കൂട്ടും, ഓഡ് എഫുകളെല്ലാം കൂട്ടും, 2 ഇൻറ്റു ഈവൻ എഫുകളെല്ലാം കൂട്ടും. ഇക്വേഷൻ വരുന്നത് സിമ്പിളാണ്. ഇപ്പോൾ പ്രോബ്ലം വരുന്നത് സിമ്പിളാണ്. ഇപ്പോൾ ട്രപ്പീസോയിഡിൽ വരുന്ന ഏതെങ്കിലും ഒരു എഫ് ആയിരിക്കും പറയുന്നത്. ആ എഫ് എന്ത് ചെയ്യുക, നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ട്രപ്പീസോയിഡൽ റൂളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ആയിട്ടും ഇൻ്റർവെൽ സെറ്റ് ചെയ്യാം, ഓഡായിട്ടും ഇൻ്റർവെൽ സെറ്റ് ചെയ്യാം. ഒരു മിനിമം 5 ഒക്കെ എടുക്കണം. സിംപ്സൺ ആണെങ്കിൽ ആ പ്രശ്നമില്ല. സിംപ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ മാത്രമേ എടുക്കാൻ പറ്റൂ. ട്രപ്പീസോയിഡിലാണെങ്കിൽ ആ പ്രശ്നമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാനിവിടെ 5 ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ എ എന്ന് പറയുന്ന ആരാണ്, എവിടം മുതൽ എവിടം വരെയാണ്, 0 മുതൽ 1 വരെയാണ് എൻ്റെ ലിമിറ്റ്. അപ്പം 1 മൈനസ് 0 ബി മൈനസ് എ ബൈ എത്രയാണ് എൻ്റെ നമ്പർ ഓഫ് ഇൻ്റർവെല്ല്, 5. ഇൻ്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കുന്നത്, 0 മുതൽ 0.2 വരെ ഒരു ഇൻ്റർവെല്ലാണ്, 0.2 മുതൽ 0.4 വരെ രണ്ടാമത്തെ ഇൻ്റർവെൽ. അങ്ങനെയാണ് നമ്മൾ ഇൻ്റർവെൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻ്റർവെല്ലാണ് എത്രയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ N5 ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിയേ, എച്ച് എന്ന് പറയുന്നത് 0.2 കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന എയും ബിയും ഇല്ലേ, എവിടം തൊട്ട് എവിടം വരെയാണ്, 0 മുതൽ 1 വരെ. 0യുടെ കൂടെ ആ എച്ച് കൂട്ടുമ്പോഴത്തേക്ക് ആദ്യത്തെ വാല്യൂ കിട്ടും, x1. അപ്പോൾ ആദ്യത്തത് x0 ആയിരുന്നു, രണ്ടാമത്തെ നമ്മൾ x1 കണ്ടുപിടിച്ചു.
ഇനി x1ൻ്റെ കൂടെ വീണ്ടും എച്ച് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് x2 കിട്ടും, അടുത്ത എച്ച് ആഡ് ചെയ്യുമ്പോൾ x3 കിട്ടും, അടുത്ത എച്ച് ആഡ് ചെയ്യുമ്പോൾ x4 കിട്ടും, അടുത്ത എച്ച് ആഡ് ചെയ്തപ്പോൾ x5 കിട്ടി. അതെന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എനിക്കിനി അടുത്ത കണ്ടുപിടിക്കേണ്ട കാര്യം, എനിക്ക് 1 വരെ എൻ്റെ ലിമിറ്റ് പോയിട്ടുള്ളൂ. ഇനി അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് എഫ് കണ്ടുപിടിക്കും. എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് എന്ന് പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എഫ് കണ്ടുപിടിക്കാൻ അറിയാം. കാര്യം എഫ് ഓഫ് എക്സ് ആണ് ആര്? e⁻−x²/2 എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സിന് 1 ആണെങ്കിൽ 1 ഇട്ട് കൊടുക്കണം, 2 ആണെങ്കിൽ 2 ഇട്ട് കൊടുക്കണം, 0.2 ആണെങ്കിൽ ഇവിടെയും 0.2 ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ എഫ് കിട്ടും. കിട്ടിയ ഇക്വേഷനിലെടുത്ത് ഇട്ട് കൊടുത്താൽ മതി. എഫ് നോട്ട് എന്ന് പറയുന്നത് ഇത്, എഫ് എൻ എന്ന് പറയുന്നത് ഇത്, ബാക്കിയെല്ലാം കൂടെ കൂട്ടണം. മനസ്സിലായ? അത് രണ്ടും ബൈ 2 ഇട്ടിട്ട് ബാക്കിയെല്ലാം കൂടെ കൂട്ടണം. ഇൻറ്റു ആരെടുക്കണം? എച്ച്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ സിംസൺസ് ചോദിക്കാം. സിംസൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേബിൾ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, വേറെ ടേബിൾ വരയ്ക്കണം. കാര്യം ഞാൻ ഇവിടെ n5 ആയി എടുത്തേക്കുന്നത്. അതേസമയം ഞാൻ n6 എടുത്തിരുന്നെങ്കിൽ ആ സെയിം ടേബിൾ തന്നെ ഇവിടെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഈ മൊഡ്യൂളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞതാണ്. ഇതിൽ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് പോർഷൻ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു.